ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ചു എന്നായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ ആക്രമിച്ചു എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഇവരുടെ മോനാണെന്ന് വെച്ചാൽ അമ്മമ്മയ്ക്ക് 5 മക്കളുള്ളതിലെ ഒരാളാണ്. വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. അതിന് പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ്. അപ്പോൾ നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പം പുള്ളി നല്ല സംശയമുണ്ട്. കാരണം ഇതിന് 2-3 ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്നും വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുള്ളിയാ ചെയ്തെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. വിജയൻ എന്നാണ് ആളുടെ പേര്. മനീഷ് മഹിപാലാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. മനീഷ്, ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരുന്നു എന്താണ് കാരണം എന്നുള്ളത്. ആക്രമണമാണ്, മകൻ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യുക? കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പോലീസ് ഇതിന് കൃത്യമായി ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ ഈ മണിക്കൂറിൽ? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നിലവിൽ വലിയ സംശയങ്ങളുണ്ട്. കാരണം ഈ വീട്ടിലുണ്ടായിരുന്ന വിജയൻ, ഇവരെ കൂടാതെ വീട്ടിൽ താമസിച്ചിരുന്ന ഇവരുടെ ഏറ്റവും ഇളയ മകനാണ്. 5 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ്. 3 മക്കൾ നേരത്തെ മരിച്ചു പോയിരുന്നു. സ്വത്ത് തർക്കം നിലനിന്നതായി പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം ഈ രാഘവനെ മകൻ വിജയൻ ആക്രമിച്ചിരുന്നു. അങ്ങനെ കൈക്ക് ഒടിവുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപും രാഘവനെ ഈ മകൻ മർദ്ദിച്ചിരുന്നു. അതിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ മകൻ വിജയനോട് ഹാജരാകണം എന്ന് പറഞ്ഞിരുന്നു. ആ ദിവസമാണ് ഇന്ന്. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരും പറയുന്നത് വിജയനെ ഇന്നലെ രാത്രിയിലും വീട്ടിൽ കണ്ടതാണ്. ഈ സംഭവത്തിന് ശേഷവും ഇയാളെ ഇതിന് സമീപത്തെ സ്ഥലത്ത് വെച്ച് ഒരു കസേരയുമായി, കയ്യിൽ ഒരു കസേരയുമായി, വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കസേരയുമായി ഇയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായി നാട്ടുകാർ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഈ കസേരയും എടുത്തുകൊണ്ട് പോയെന്നുള്ള സംശയമുണ്ടത്. മറ്റൊരു തരത്തിൽ ആത്മഹത്യ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ള സംശയം പോലീസിനുണ്ട്. സ്വത്ത് തർക്കം നിലനിന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ കൊച്ചുമകൻ വിഷ്ണുവിന്റെ ഒരു ബൈറ്റാണ് അദ്ദേഹം പറയുന്നതാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന് സംശയമുണ്ട്. സൈക്കിൾ അടക്കം കാണാനില്ല. വിജയൻ വീട്ടിൽ ഉള്ളപ്പോഴൊക്കെ സൈക്കിൾ വീട്ടിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ സൈക്കിൾ അടക്കം മാറ്റിവെച്ച ശേഷം ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അപകടമല്ല, ഈ വീടിന് തീ എന്നുള്ള സംശയം ഇതോടെ ബലപ്പെടുകയാണ്. പക്ഷെ ഇനി വിജയനെ കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ മാന്നാർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനാണ് തീരുമാനം. മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ആണ് ഇവിടെ നിലവിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ബോഡി മാറ്റി മറ്റൊരു സ്ഥലത്ത് എത്തിച്ച ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ നടക്കും. നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മകൻ ഉപദ്രവിക്കുന്നു എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ നേരത്തെ നൽകിയതാണെന്നുള്ള ഒരു ഗുരുതരമായ വിഷയം കൂടി ഇവിടെ ഉണ്ട്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മനീഷ് മഹിപാലാണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൂടുതൽ വ്യക്തത, കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ വരാനിരിക്കുന്നു.